ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. എപ്പോഴാണ് ഓഫർ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ആദ്യം തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു വീട് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയാണ്, എൻ്റെ വീട് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 20 ലക്ഷം രൂപയ്ക്കാണ് ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട് അതിന് വേണ്ടി 20 ലക്ഷം രൂപ കണ്ടെത്തണം അല്ലേ? അപ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്യാണ്, ഒരു ബാങ്കിൽ ഒക്കെ പോയി ലോണിനൊക്കെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഇതേ സമയത്താണ് എന്നോട് മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ അതിനൊരു 30 ലക്ഷം രൂപ തരാം എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നതാണോ എനിക്ക് ലാഭം, 30 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നതാണോ? 30 ലക്ഷം രൂപയ്ക്ക് ഒരാൾ വാങ്ങാനുണ്ടെങ്കിൽ ആ 30 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭം അല്ലേ? പക്ഷെ ഞാൻ എന്ത് ചെയ്തു പോയി, എൻ്റെ ഫ്രണ്ടിന് ഞാനൊരു ഓഫർ കൊടുത്തു പോയി. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഓഫറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഒരു ഓഫർ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുക? എപ്പോൾ ആണെങ്കിലും ക്യാൻസൽ ചെയ്യാം, പക്ഷേ എന്താണ്, ക്യാൻസൽ നമ്മൾ ഒരു പ്രോപ്പർ ടൈമിലല്ല അത് ക്യാൻസൽ ചെയ്തത് എങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അതർ പാർട്ടിക്ക് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യുകയും നമ്മളിൽ നിന്ന് കോമ്പൻസേഷൻ ഈടാക്കുകയും ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നതെന്ന് ഒരു പ്രോപ്പർ ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ ആ ഒരു ഓഫർ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കോൺസിക്വൻസ് ഉണ്ടാകില്ല. അതുപോലെ തന്നെ ആക്സെപ്റ്റൻസും അങ്ങനെ തന്നെയാണ്. ആക്സെപ്റ്റൻസും നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് പറയുന്നുണ്ട്, അതിനുള്ളിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺസിക്വൻസ് നേരിടേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അതായത് റിവോക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോഴൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് വരാം. വെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ്, എപ്പോഴാണ് ഓഫർ എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്? ഓഫർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓഫർ മീൻസ് വില്ലിങ്നെസ് ടു ഡൂ സംതിങ്. ഒരാൾ എക്സ്പ്രസ് ചെയ്യണം അയാളുടെ വില്ലിങ്നെസ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള അയാളുടെ വില്ലിങ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓഫർ എന്ന് പറയുന്നത്. ഇനി ആ ഓഫർ എപ്പോഴാണ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? ആസ് സൂൺ ആസ് ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ഓഫറി. ആസ് സൂൺ ആസ് കം ടു ദ നോളജ് ഓഫ് ഓഫറി. ഓഫറി എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസാണ് ഓഫറിലുള്ളത്. നമ്മൾ പ്രോമിസി പറഞ്ഞ പോലെ തന്നെ ഓഫറർ ആൻഡ് ഓഫറി എന്നാണ് പറയുന്നത്. ഓഫർ കൊടുക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്, ഓഫറർ. പ്രോമിസർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓഫറർ. ഇനി ആർക്കാണോ പ്രോമിസ് നൽകുന്നത് അല്ലെങ്കിൽ ഓഫർ നൽകുന്നത് അയാളെയാണ് എന്ത് പറയുന്നത്, പ്രോമിസി അഥവാ ഓഫറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഓഫർ കംപ്ലീറ്റ് ആകുന്നത്? ആസ് സൂൺ ആസ് ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ഓഫറി. ഓഫറി അറിയുമ്പോൾ മാത്രമാണ് ആ ഓഫർ അവിടെ കംപ്ലീറ്റ് ആകുന്നത്. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അനിൽ പ്രപ്പോസസ് ടു സെൽ ഹിസ് കാർ ടു നീന ഫോർ റുപ്പീസ് 2 lakh. ഇനി ഈ ഒരു ഓഫർ അറിയിക്കുന്നത് ഒരു ലെറ്ററിലൂടെയാണ്. അനിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു ഓഫർ നീനക്ക് കൊടുക്കുകയാണ്. അതെങ്ങനെ അറിയിക്കുന്നത്? ലെറ്ററിലൂടെയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോൾ മാത്രമാണ് കംപ്ലീറ്റ് ആകുന്നത്? ആ ലെറ്റർ നീന റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ അവിടെ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആസ് സൂൺ ആസ് ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ഓഫറി. ഓഫറി അറിയുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് എന്ന് നോക്കാം. നമ്മളിവിടെ രണ്ട് പാർട്ടീസാണുള്ളത്. പ്രപ്പോസ് ചെയ്യുന്ന ആൾ ഓഫറർ, പ്രപ്പോസ് ചെയ്യുന്ന ആൾ പ്രപ്പോസർ എന്ന് പറയാം. ഇനി ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ആക്സെപ്റ്റർ എന്നും പറയാം. എഗെയിൻസ്റ്റ് ദ പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം പുട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം ആസ് ടു ബി ഔട്ട് ഓഫ് ദ പവർ ഓഫ് ആക്സെപ്റ്റർ. ആക്സെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ലെറ്റർ മുഖേനയാണ് അറിയിക്കുന്നതെങ്കിൽ ആക്സെപ്റ്റർ ഒരു ലെറ്റർ അയച്ചു.
അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ആക്സെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ പോയി കഴിഞ്ഞാൽ, പോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ആ ആക്സെപ്റ്റൻസ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഇനി ആസ് അഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് പ്രപ്പോസർ അറിയുമ്പോൾ മാത്രമാണ്, ആ ലെറ്റർ പ്രപ്പോസർ റിസീവ് ചെയ്തു, അയാൾ അറിയുമ്പോൾ മാത്രമാണ് ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്സെപ്റ്റൻസ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ഇനി നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അനിൽ പ്രപ്പോസസ് ബൈ ലെറ്ററിലൂടെയാണ് പ്രപ്പോസ് ചെയ്യുന്നത് ടു സെൽ ഹിസ് ഹൗസ് ടു നീന അറ്റ് ₹20 lakh. അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കാനായിട്ട് ടു നീനയോട് നീനക്കൊരു ലെറ്റർ അയക്കുകയാണ്, ഒരു ഓഫറും അതിൽ വെക്കുന്നുണ്ട്. 20 lakhs അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കുക എന്നുള്ളതാണ് പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. നീന ആക്സെപ്റ്റ്സ് പ്രപ്പോസൽ, നീന അത് ആക്സെപ്റ്റ് ചെയ്യുകയും ഇനി എന്താണ്, തിരിച്ച് ആ ആക്സെപ്റ്റൻസ് ലെറ്ററിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ബൈ പോസ്റ്റ് ഓൺ. എന്നാണ് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്? 1/8/2025 ആ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്. ലെറ്റർ റീച്ചസ് ടു അനിൽ ഓൺ 5th August 2025 അല്ലേ, 5/8/2025 എന്ത് അനിലിന് ആ ലെറ്റർ റിസീവ് ചെയ്യുന്നത്, അനിലിൻ്റെ അടുത്ത് ആ ലെറ്റർ എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ് എന്ന് നോക്കാം. അനിലിനെ സംബന്ധിച്ചിടത്തോളം, അനിലാണ് ഇവിടെ പ്രപ്പോസർ അല്ലേ, പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറഞ്ഞത്? പുട്ട് ഇൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം ആസ് ടു ബി ഔട്ട് ഓഫ് പവർ ഓഫ് ആക്സെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ 1/8/2025 ആക്സെപ്റ്റൻസിൻ്റെ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ലെറ്റർ അനിൽ റിസീവ് ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 5/8/2025 ലെറ്റർ അനിലിൻ്റെ അടുത്ത് എത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് എന്ന് നോക്കാം. ആസ് എഗെയിൻസ്റ്റ് പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡേറ്റ് ആണ് പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ അനിലിനെ സംബന്ധിച്ചിടത്തോളം നീന എന്നാണോ ലെറ്റർ പോസ്റ്റ് ചെയ്തത് ആ ഡേറ്റ് ആണ് അനിലിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1/8/2025 അനിലിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്ന ഡേ. ഇനി ആസ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്? വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് പ്രപ്പോസറിൻ്റെ നോളജ് പ്രപ്പോസർ അറിയുമ്പോൾ മാത്രമാണ് ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സെപ്റ്റർ ആരാ? നീനയാണ് അല്ലേ. നീനയെ സംബന്ധിച്ചിടത്തോളം ആ ലെറ്റർ ആര് റിസീവ് ചെയ്യണം? അനിൽ റിസീവ് ചെയ്യുന്ന ഡേറ്റും ആ ഡേറ്റിൽ മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5/8/2025 ആ ലെറ്റർ അനിൽ റിസീവ് ചെയ്യുന്നത്. ആ ഡേറ്റ് ആണ് ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന ഡേറ്റ്. ഓക്കെ, അടുത്തത് ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്സെപ്റ്റൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവിടെ പറയുന്നത്. ആക്സെപ്റ്റൻസ് ഈസ് ടു ഓഫർ വാട്ട് എ ലൈറ്റഡ് മാച്ച് ഈസ് ടു എ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ. ഒരു വെടിമരുന്നിൻ്റെ ഒരു നിരയിലേക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെയാണ് ഒരു ഓഫറിന് ആക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ഓഫർ എന്ത് ചെയ്യാൻ പറ്റില്ല? റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറിവോക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ദ ഓഫർ ബിക്കംസ് ഇറിവോക്കബിൾ ആഫ്റ്റർ ഇറ്റ്സ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അങ്ങനെ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസിക്വൻസസ് നേരിടേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് റിവോക്കേഷൻ ആണ്. റിവോക്കേഷൻ മീൻസ് വിഡ്രോയിങ് ഓർ ടേക്കിംഗ് ബാക്ക്. ഓഫറോ ആക്സെപ്റ്റൻസോ കൊടുത്തതിന് ശേഷം ചില സാഹചര്യങ്ങളിൽ ആ ഓഫറോ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസോ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുത്ത ഓഫർ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് വിഡ്രോ ചെയ്യുന്നതിനെയാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ, എപ്പോഴാണ് നമുക്ക് ഓഫർ റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതിൻ്റെ ഒരു പ്രോപ്പർ ടൈം എപ്പോഴാണെന്നാണ് അവിടെ പറയുന്നത്. ഇറ്റ് മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ. ഒരു പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്?
അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിന് തൊട്ട് മുൻപ് വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു കൊടുത്ത പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ത് ചെയ്യാം? റിവോക്ക് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അനിൽ നീനയോട് ഒരു പ്രപ്പോസൽ വെക്കുന്നുണ്ട് അല്ലേ. പ്രപ്പോസൽ വെക്കുന്നുണ്ട്. നീന അത് ആക്സെപ്റ്റ് ചെയ്യുകയും ആക്സെപ്റ്റൻസിൻ്റെ ഒരു ലെറ്റർ അയക്കുകയും ചെയ്യുന്നുണ്ട്. ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2025 അനിലിന് അത് കിട്ടുന്നത് എന്നാണ്? 5/8/2025 ഓക്കെ. നമ്മൾ അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് എ പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം അത് ആക്സെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ്, ആ ഡേറ്റിലാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നീന എന്ന ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്? നീനയാണ് അവിടെ ആക്സെപ്റ്റർ അല്ലേ. ആക്സെപ്റ്റർ എന്നാണ് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്? ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് 1/8/2025 ആ 1/8/2025 പ്രപ്പോസറിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്ന ഡേ. അപ്പോൾ അതിന് തൊട്ട് മുൻപ് വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കൊടുത്ത പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. 1/8/2025 തൊട്ട് മുൻപ് വരെ, അതായത് അല്ലെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ചെയ്ത ആ ഒരു ടൈമിന് തൊട്ട് മുൻപ് വരെ ഓഫർ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ. ഇനി റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇതുപോലെ തന്നെ എപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ സാധിക്കുന്നത്? സെക്ഷൻ 5 പറയുന്നത് ഇറ്റ് മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്റർ. ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ. അത് ആരാണോ അവിടെ പ്രപ്പോസൽ വെച്ചത് ആ പ്രപ്പോസൽ വെച്ച ആളുടെ കയ്യിലേക്ക് ആ ലെറ്റർ റിസീവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അയാൾ അറിയുമ്പോഴാണ് ആ ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ ലെറ്റർ എപ്പോഴാണോ അനിലിൻ്റെ അടുത്ത് എത്തുന്നത്, അനിൽ റിസീവ് ചെയ്യുന്നത്, അത് 5/8/2025 പറഞ്ഞു. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റിവോക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? എപ്പോഴാണോ അനിലിന് ആ ലെറ്റർ കിട്ടുന്നത് അതിന് തൊട്ട് മുമ്പ് വരെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മുൻപുള്ള ടൈമിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ലെറ്റർ മുഖേനയാണ് അയാളിലേക്ക് എത്തുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ അയാളത് റിസീവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഫോണിലോ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം അയച്ചോ ഒക്കെ എന്ത് ചെയ്യാം? അവരെ അറിയിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ആക്സെപ്റ്റൻസും ഓഫറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ. ഇതൊക്കെ നമ്മൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കേട്ടിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് എനിക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു. ബൈ യുവർ കോമേഴ്സ് മെൻറ്റർ നീന.